എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നോർക്ക കെയർ. എന്താണ് നോർക്ക കെയർ? കേരള പ്രവാസികൾക്കായിട്ടുള്ള സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതി. എനിക്കും എന്റെ കുടുംബത്തിനും നാട്ടിൽ ഓൾറെഡി ഒരു ഇൻഷുറൻസ് ഉണ്ട്. പിന്നെ എന്തിന് ഞാൻ നോർക്ക കെയർ എടുക്കണം എന്നുള്ളത് ഒരു പൊതുവായ സംശയമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നോർക്ക കെയർ സാധാരണ ആരോഗ്യ ഇൻഷുറൻസിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. നോർക്ക കെയറിലൂടെ പ്രവാസികൾക്ക് മാത്രമേ ഇൻഷുറൻസ് എടുക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നതിന് മുമ്പ് നമുക്ക് അത്യാവശ്യമായി വേണ്ടത് ഒരു നോർക്ക പ്രവാസി ഐഡന്റിറ്റി കാർഡാണ്. നമ്മൾ ആദ്യം അതിനാണ് അപ്ലൈ ചെയ്യേണ്ടത്. സാധാരണ ആരോഗ്യ ഇൻഷുറൻസുകളിൽ അത് ഏത് കമ്പനി ആയിക്കോട്ടെ, അവിടെ പ്രായം കൂടുന്തോറും നമ്മുടെ പ്രീമിയം എമൗണ്ടിൽ വലിയ മാറ്റങ്ങൾ വരും. നിലവിലുള്ള രോഗാവസ്ഥയിലുള്ള ആളുകളാണെങ്കിൽ അവരുടെ പ്രീമിയത്തിൽ വലിയ മാറ്റങ്ങളോ പല കമ്പനികളോ അത്തരം ആളുകൾക്ക് ഇൻഷുറൻസ് കൊടുക്കാത്തൊരു സിറ്റുവേഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ നിശ്ചിത ഒരു പ്രായം കഴിഞ്ഞ് നമ്മളൊരു ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടിയിട്ട് കമ്പനികളെ സമീപിപ്പിക്കുമ്പോൾ അവർ ഇൻഷുറൻസ് തരാത്തൊരു സിറ്റുവേഷനോ അല്ലെങ്കിൽ വലിയൊരു ഭീമമായ പ്രീമിയം പറയുന്ന ഒരു സിറ്റുവേഷൻസോ വരും. അവിടെയാണ് ഈ നോർക്ക കെയർ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഇവിടെ 18 വയസ്സ് കഴിഞ്ഞ അല്ലെങ്കിൽ 70 വയസ്സ് വരെയുള്ള ഏത് പ്രവാസികൾക്കും ഒരേ പ്രീമിയം നിരക്കിൽ ഇവിടെ ഇൻഷുറൻസും അവർക്കും അവരുടെ കുടുംബത്തിനും എടുക്കാൻ കഴിയും. പിന്നെ അതുപോലെ നിലവിൽ രോഗാവസ്ഥയിലുള്ള ആളുകളാണെങ്കിൽ പോലും അവർക്ക് ഈ പ്രീമിയത്തിൽ തന്നെ ഇൻഷുറൻസ് എടുക്കാൻ കഴിയും. പിന്നെ ഒരു നിശ്ചിത പ്രായം കഴിഞ്ഞ് ഇവിടെ അങ്ങനെ ഒരു ലിമിറ്റേഷൻസ് ഇല്ല. അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇനി നമുക്കറിയാം നോർക്ക കെയർ അതൊരു ഗവൺമെന്റ് സപ്പോർട്ടിലുള്ള ഒരു സംരംഭമാണ്. കേരള ഗവൺമെന്റിന്റെ ഒരു സപ്പോർട്ടോട് കൂടിയിട്ടുള്ള പ്രവാസി ക്ഷേമത്തിന്റെ ഭാഗമാണ്. എല്ലാവരും ഈ അവസരം കൃത്യമായി ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഈ നോർക്ക കെയർ പദ്ധതിയിൽ എൻറോൾ ചെയ്യണമെങ്കിൽ നോർക്കയുടെ പ്രവാസി ID കാർഡോ NRK ID കാർഡോ സ്റ്റുഡന്റ് ID കാർഡോ ഉള്ള വ്യക്തികൾക്ക് ഈ പദ്ധതിയിൽ ചേരാൻ പറ്റുള്ളൂ. അതായത് നോർക്ക ID കാർഡ് ഉള്ള ആൾക്കാർക്ക് പ്രവാസികൾക്ക് നൽകുന്ന ഒരു മെഡിക്കൽ ഇൻഷുറൻസ് പ്രോഡക്റ്റ് ആയിട്ടാണ് ഈ പോളിസി വന്നിരിക്കുന്നത്. നോർക്ക കെയർ പദ്ധതിയിൽ ചികിത്സ ഒരുക്കിയിരിക്കുന്നത് ഇന്ത്യയിലെ ആശുപത്രി ശൃംഖലകളിലാണ്. ഇന്ത്യക്കകത്ത് 470 പരം ആശുപത്രികൾ, അതായത് ഇന്ത്യക്കകത്തല്ല, കേരളത്തിൽ 470 ആശുപത്രികൾ, അതായത് വിവിധ 14 ജില്ലകളിലായിട്ട് 470 പരം ആശുപത്രികളും ഇന്ത്യക്കകത്ത് 16,000 ആശുപത്രികളും ഇന്ന് നോർക്ക കെയർ ഈ പ്രൊജക്റ്റുമായിട്ട് ചേർന്ന് നിൽക്കുന്നു. ഒരു ഫാമിലിക്കാണ് കവറേജ് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ വ്യക്തിക്ക് വേണമെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. ഒരു ഫാമിലി കവറേജ് എന്ന് പറഞ്ഞാൽ 13,411 രൂപയാണ്, ഇൻക്ലൂഡിങ് അതിന്റെ എല്ലാ ചാർജസും കൂടി 13,400 ഒരു വർഷത്തേക്ക്. ഈ ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ പ്രവാസിയുടെ പങ്കാളി, 2 കുട്ടികള്, അവരെ 25 വയസ്സ് വരെയുള്ള 2 കുട്ടികൾ, ഇതാണ് ഒരു ഫാമിലി യൂണിറ്റ്. ഈ ഒരു ഫാമിലി യൂണിറ്റിന് ഫ്ലോട്ടർ പോളിസി ആയിട്ടാണ് 5 ലക്ഷം രൂപയുടെ ഫ്ലോട്ടർ പോളിസി കവറേജ്. ഇതിനാണ് 13,411 രൂപ ചാർജ് ചെയ്യുന്ന ഒരു വർഷത്തേക്ക്. അതേസമയം വ്യക്തികൾക്ക് ഇതിനകത്ത് ചേരാം. അവർക്ക് 8,101 8,101 അപ്പം ആണ് അവർക്കും 5 ലക്ഷം രൂപയുടെ ഇൻഡിവിജ്വൽ കവറേജ് പ്ലസ് 10 ലക്ഷം രൂപയുടെ PSC കവറേജ്. ഫാമിലിക്കും 5 ലക്ഷം രൂപയുടെ മെഡിക്കൽ കവറേജ്. പ്രൈമറി മെമ്പർക്ക് മാത്രം 10 ലക്ഷം രൂപയുടെ മാത്രം 10 ലക്ഷം രൂപയുടെ ആക്സിഡന്റൽ കവറേജ്. അപ്പം ഈ പദ്ധതി ചേരുന്നതിന് ഞാൻ നേരത്തെ പറഞ്ഞ നിബന്ധനയുണ്ട്. അതായത് നോർക്കയുടെ ഏതെങ്കിലും കാർഡ്, ID കാർഡ്, NRK കാർഡ്, സ്റ്റുഡന്റ് കാർഡ് ഉണ്ടായിരിക്കണം. പക്ഷെ ഈ കാർഡ് ഉണ്ടായിരിക്കേണ്ട ആളായിരിക്കും പ്രൈമറി മെമ്പർ. അപ്പൊ അദ്ദേഹത്തിന് പ്രൈമറി മെമ്പർക്ക് മാത്രം കാർഡ് മതി, അയാൾക്ക് ഫാമിലിയെ ആഡ് ചെയ്യാം. ഞാൻ പറഞ്ഞു, ഒരു കുടുംബത്തിന് പ്രവാസിയും പങ്കാളിയും 2 കുട്ടികളെ, 25 വയസ്സുള്ള 2 കുട്ടികളാണ്. എന്നാൽ മൂന്നാമത്തെ ഒരു കുട്ടി ഉണ്ടെങ്കിൽ കുട്ടിയെ ആഡ് ചെയ്യുമ്പോൾ അവിടെ ചാർജ് ചെയ്യും. അതെന്ന് പറഞ്ഞാൽ 4,130. മൂന്നാമത്തെ കുട്ടി ഉണ്ടെങ്കിൽ മൂന്നാമത്തെ കുട്ടിക്ക് 4,130 രൂപ കൂടി അഡീഷണൽ ആയിട്ട് അടക്കേണ്ടി വരും. നിലവിൽ ഇന്ത്യക്ക് പുറത്തുള്ള ആശുപത്രികളിൽ ഈ സംവിധാനം ലഭ്യമല്ല.
പക്ഷേ സെപ്റ്റംബർ 22 ഈ പദ്ധതി പ്രവാസികൾക്ക് സമർപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഭാവിയിൽ ഈ പദ്ധതിയുടെ അടുത്ത ഫേസുകളിൽ ഗൾഫ് രാജ്യങ്ങളിലെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ട മേഖലകളിലോ ആശുപത്രികളില് ഈ സംവിധാനം ഒരുക്കുന്ന കാര്യം പരിശോധിക്കുമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്.